ഇപ്പം നാട്ടിലെ പല ബിസിനസ്സിനെ നമ്മൾ തന്നെ ആലോചിച്ചാൽ അറിയാലോ, സ്വന്തമായിട്ട് ഇത്രയും ഫണ്ട് കൊണ്ടുവന്ന് അത് ഇൻവെസ്റ്റ് ചെയ്ത് നടത്തുന്നവരൊക്കെ വളരെ കുറവാണ്. അത് കുറച്ചാൾ. പക്ഷേ പലരുടെയും ഔദാര്യം പോലെ ഫണ്ട് വന്നിട്ടാണ് ഈ സംരംഭങ്ങളൊക്കെ നടത്തി പോകുന്നത്. പക്ഷേ ഒരു കാലത്ത് നന്നായിട്ട് അവർക്ക് ഡിവിഡൻറ്റും ആനുകൂല്യങ്ങളൊക്കെ ഇവർ കൊടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഈ സമയം നമുക്കറിയാലോ, കോവിഡിന് ശേഷം മറ്റൊരു സമയം. കാരണം എല്ലാം കൂടെ ചുരുങ്ങി വരുന്നു. ആകപ്പാടെ സെയിൽസിൽ എല്ലാറ്റിലും ഒരു ബാഡ് ഇമ്പാക്റ്റ്, വലിയൊരു ചാലഞ്ചിൻ്റെ മുഖത്ത് ഇവരിയ്ക്കുമ്പം ഈ ഫണ്ട് പെട്ടെന്ന് ചോദിച്ചു കളയാം. ഇതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ സ്വർണത്തിന് അടിക്കടി 75,000 രൂപ എത്തിയില്ലേ. അപ്പോൾ പിന്നെ അവരാലോചിക്കുകയാണ്, ആ ഫണ്ട് അന്ന് സ്വർണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എത്ര ലക്ഷങ്ങൾ കോടികളാണ് വ്യത്യാസം എന്ന്. പക്ഷെ അങ്ങനെ ആലോചിച്ചുകൂടാ രണ്ട് ഭാഗത്തും. പിന്നെ ഫണ്ട് അടിച്ചു മാറ്റി നമ്മളെ സ്വന്തമാക്കിയിട്ട് അത് അവനെ മറന്ന്, അതുപോലെ തന്നെ ഉത്തരവാദിത്തം മറന്ന്, അതിൻ്റെ ചൂടും ചോരും ഒന്നും ഇല്ലാതെ അങ്ങനെ ലാവിഷായിട്ട് അടിച്ചു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ഒന്നും കൊടുക്കാതെ പിന്നെ അവർ തിരിച്ചു ചോദിക്കും, പെട്ടെന്ന് തിരിച്ചു ചോദിക്കും. ഈ തിരിച്ചു ചോദിക്കാനുള്ള ഒരു സമയം കൂടെയാണ് ഇതെന്ന് നമ്മൾ ആലോചിക്കണം. സ്വർണ്ണത്തിന് ഇങ്ങനെ കുതിച്ച് കയറുമ്പോൾ അവരെ മനസ്സിൽ അതുണ്ടാവും. അപ്പോൾ രണ്ട് ഭാഗത്തും ഒരു സന്തുലിതാവസ്ഥ ഇതിൽ വേണം. കാരണം ഉത്തരവാദിത്തം കാണിക്കണം, പൈസ വാങ്ങിയാൽ അത് നന്നായിട്ട് കൊടുക്കണം, അവൻ തിരിച്ചു ചോദിക്കുമെന്നുള്ള ഭയം വേണം. അതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ചു ചോദിച്ച് ആ സ്ഥാപനത്തെ മുക്കിക്കളയരുത്, മുക്കിക്കൊല്ലരുത്, അല്ലേ?